നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത് ഒരു റിക്വസ്റ്റ് ആയിട്ടാണ്. ഒരു അനിയത്തിക്കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു റിക്വസ്റ്റ് ആണ്. എനിക്ക് നേരിട്ട് പരിചയമുള്ള കുട്ടിയല്ല, എന്റെ ഫ്രണ്ടിന്റെ അനിയത്തിയാണ്. അനീഷ എന്നാണ് പേര്. 2019 മുതലേ ഹോക്കിംഗ് ലിംഫോമ എന്നൊരു അസുഖമായിട്ട് ഈ കുട്ടി ട്രീറ്റ്മെന്റിലാണ്. ഇപ്പൊ ഇനി ആ കുട്ടിക്ക് നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് ഒരു സൈക്കിൾ ഓഫ് ഇഞ്ചക്ഷൻ ആണ്. അത് വരുന്നത് 72 ലക്ഷം രൂപയാണ് അതിന് ട്രീറ്റ്മെന്റിന് വേണ്ടി വരുന്നത്. 72 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ സാധാരണപ്പെട്ട ഒരു ഫാമിലിക്കും താങ്ങാവുന്ന ഒരു പൈസയല്ല. അതുകൊണ്ട് തന്നെ അവര് ഹെൽപ്പ് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ 3 ദിവസം മുമ്പ് എന്റെ സ്റ്റാറ്റസിൽ ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ റെസ്പോൺസ് വളരെ കുറവാണ്. നോർമലി അവർ ഇട്ടിട്ടുള്ളത് ഒരു ഇംഗ്ലീഷ് റിലേറ്റഡ് ന്യൂസ് ആയതുകൊണ്ട് തന്നെ മലയാളികൾ അധികം ശ്രദ്ധിക്കുന്നുമില്ല. അവരൊരു ആപ്പ് ത്രൂ ആണ് ഇത് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പേയ്മെന്റ് ഗൂഗിൾ പേ ഒന്നുമല്ല, നമ്പർ കൊടുത്തിട്ടല്ല. ഈ ആപ്പ് വഴി കയറിയിട്ട് എങ്ങനെയാണ് പേയ്മെന്റ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ഇതിന്റെ പിന്നിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറെ പേര് നമ്പർ ചേഞ്ച് ചെയ്ത് ഗൂഗിൾ പേ യൂസ് ചെയ്യുന്ന ആ ഒരു കാരണം കൊണ്ടാണ് ഇവർ ഈ ഇതുവഴി ചെയ്തിട്ടുള്ളത്. ആ ആപ്പിൽ കയറി നോക്കുകയാണെങ്കിൽ ആ കുട്ടിയുടെ ട്രീറ്റ്മെന്റിന്റെ എല്ലാ ഡീറ്റെയിൽസും അതിൽ അവർ കൊടുത്തിട്ടുണ്ട്. 72 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും കൂടി ചേർന്ന വലിയൊരു എമൗണ്ട് അല്ല. അപ്പൊ കഴിയുന്ന എല്ലാവരും ചെറിയൊരു എമൗണ്ട് വെച്ച് സഹായിക്കുക. ഇനി സഹായിക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ നമുക്കറിയാം ഇന്നത്തെ ഈ അവസ്ഥയിൽ അവനവന്റെ കയ്യിലും പൈസ ഇല്ലാത്തവരുണ്ട്. അങ്ങനെയുള്ളവർ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ആരെങ്കിലും ഒക്കെ കണ്ട ആ കുട്ടിക്ക് ഒരു ഹെൽപ്പ് ആവുമെന്ന് വെച്ചാൽ അത്രേ ഞാനും കരുതിയിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് സഹായിക്കുക, അല്ലെങ്കിൽ ഷെയർ ചെയ്യുക. ആ കുട്ടീനെ നമുക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഒരു ചെറിയ കുട്ടിയാണ്. അപ്പൊ അവനവന്റെ കുടുംബത്തിലത്തെ ഒരു കുട്ടിക്ക് അങ്ങനെ വന്നു വെച്ചാൽ നമ്മൾ എന്താ ചെയ്യുക? അപ്പൊ അതുകൊണ്ട് എല്ലാവരും നമ്മൾ കഴിയുന്ന വിധത്തിൽ ഒരു ചെറിയ എമൗണ്ട് ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ വീഡിയോസ് ഷെയർ ചെയ്ത് അവർക്കൊരു സഹായം എത്തിക്കാൻ ശ്രമിക്കുക. അപ്പൊ എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ ഇതിനകത്ത് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഡൊണേറ്റ് നൗ ടു ഹെൽപ്പ് മുഹമ്മദ് അൻസാർ എന്ന് പറഞ്ഞ ലിങ്കിലേക്ക് ജസ്റ്റ് ടച്ച് ചെയ്യുക. അപ്പോൾ നേരെ അവരുടെ സൈറ്റിലേക്ക് പോവും. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും ആരൊക്കെ എത്രയൊക്കെ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ലൈവായിട്ട് ആരൊക്കെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതിനെക്കുറിച്ച് കാണാൻ പറ്റും. അതുപോലെ നമ്മുടെ ഡോക്യുമെൻറ്റ്സ്, മെഡിക്കൽ ഡോക്യുമെൻറ്റ്സ് എല്ലാം കാണാൻ പറ്റും. ഇതെല്ലാം അവരുടെ ഡോക്ടേഴ്സ് കണ്ടിട്ടാണ് നമുക്ക് ഈ അപ്രൂവൽ തന്നേക്കുന്നത്. ദയവേത് ആരും ഈ അക്കൗണ്ട് നമ്പറിലേക്കൊന്നും അയക്കരുത്. ഇത് ഒരു വെർച്വൽ അക്കൗണ്ട് നമ്പർ ഇവർ ഈ ഫണ്ട് ഡൊണേഷന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് ഉള്ളത് ഇതിനകത്ത് കോൺട്രിബ്യൂട്ട് നൗ എന്നുള്ള ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഗൂഗിൾ പേയുടെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ഇങ്ങനെ കോൺട്രിബ്യൂട്ട് നൗ എന്നുകൊണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് എമൗണ്ട് സെലക്ട് ചെയ്യാൻ പറ്റും. എമൗണ്ട് എത്ര വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ 10,000 ആണ് എങ്കിൽ 10,000 സെലക്ട് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ വേറൊരു സംശയം വരുന്നത് ഇതിനകത്ത് ഈ 18% ഈ സൈറ്റിലേക്ക് ഡൊണേഷനായിട്ട് പോകുന്നുള്ളതാണ്. അങ്ങനെ പോവില്ല ഒരിക്കലും. നമുക്കിവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ അതർ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനകത്ത് വരുന്ന എമൗണ്ടിനെ നമ്മൾ 0 ആക്കി എഡിറ്റ് ചെയ്യുക. പിന്നെ വരുന്ന എമൗണ്ട് 0 ആയിരിക്കും. അതിനകത്ത് പേര് എന്തായാലും നമുക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പേര് കൊടുക്കാം. ആരാണോ ഡൊണേറ്റ് ചെയ്യുന്നത് അവരുടെ പേര് കൊടുക്കാം. പേര് കൊടുക്കാൻ ഉദ്ദേശിച്ചില്ലെങ്കിൽ വെൽവിഷറിന് കൊടുക്കാം. അവരുടെ മെയിൽ ID കൊടുക്കാം. അവരുടെ മൊബൈൽ നമ്പർ കൊടുക്കാം. അവർ ഇൻ്റർനാഷണൽ ആണെങ്കിൽ അത് കൊടുക്കാം. അതിനുശേഷം പ്രൊസീഡ് ടു പേ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നമുക്കിത് ഡെബിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ്, UPI, വാലറ്റ്സ് എന്നൊക്കെ കാണാം. സാധാരണ നമ്മൾ എല്ലാ പേയ്മെൻറ്റ്സിൻ്റെ സമയത്തും കാണാവുന്നതാണ്. UPI ക്ലിക്ക് ചെയ്യുക. അത് ഗൂഗിൾ പേ ആണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഗൂഗിൾ പേ, പേടിഎം, ഫോൺ പേ, എന്താണ് വാട്ട് എവർ അത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും.